വയറൊരു ആഹാരം കഴിച്ച് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മുറുക്കിയിട്ട് ഏറ്റവും മുറുക്കി ചുവപ്പിച്ച് എന്നിട്ട് പൂജ തുടങ്ങുന്ന പറഞ്ഞത്. എന്തെങ്കിലും അർത്ഥം എന്താ? ആരെ മുറുക്കപ്പെടാം, നല്ല ആഹാരം കഴിക്കുന്നത് അല്ലേ? അത് ഏറ്റവും രസം. ഗൃഹസ്ഥൻ പൂജ ചെയ്യുമ്പോഴത്തേക്ക് സുഖമായിട്ട് ആസ്വദിച്ചൊക്കെ ചെയ്യും. ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമല്ല. ഈ പ്രപഞ്ചത്തെ സുഖകരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് അതിങ്ങനെ ചെയ്യാം. തന്ത്രയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ആധ്യാത്മിക സാധനം, താന്ത്രികമായ ആധ്യാത്മിക സാധനം ജീവിതം സുഖമായിട്ട് ജീവിക്കാനുള്ള ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാര്യമൊന്നുമില്ല. മനസ്സിലായത്? രക്ഷപ്പെടാൻ കാര്യമില്ല, ആസ്വദിച്ചാൽ മതി. പലരും ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? വിജയിക്കാത്തതുകൊണ്ടാണ് അല്ലേ? പലപ്പോഴും ജീവിതം പരാജയപ്പെടുമ്പോഴാണ് അവിടെ ഒളിച്ചോടാൻ ശ്രമിക്കും. വിജയിച്ചാലോ ആസ്വദിക്കാൻ ചെയ്യാം അല്ലേ? സുഖം ആസ്വദിച്ചു തന്ത്രം സാധനം വിജയിക്കും, സുഖമായിട്ട് ആസ്വദിക്കുക. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരാണ് ആധ്യാത്മിക സാധന താന്ത്രികമായ രീതിയിൽ തപസ് ചെയ്യുന്നത്. ചോദ്യം കുറെ വിഷയങ്ങൾ തീരുമാനിച്ചത്. ഏതൊക്കെ വിഷയം തീരുമാനിച്ച് പറയാൻ വേണ്ടി സർപ്പക്കാവുണ്ടോ? അല്ലേ, സർപ്പക്കാവ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതല്ലേ? സർപ്പക്കാവ് എന്താ പറഞ്ഞിരുന്നു. അപ്പൊ സർപ്പക്കാവുകൾ നമ്മളെല്ലാവരുടെയും കുടുംബത്തിൽ സർപ്പക്കാവുകളുണ്ട്. ഈ സർപ്പക്കാവുകൾ പാമ്പിനെ കേന്ദ്രമൊന്നുമല്ല, എല്ലാവരുടെയും പാമ്പാണെന്നോ. സർപ്പ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മുൻപോട്ട് എന്നാണ് അർത്ഥം. പുറകോട്ടല്ല, മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന സർപ്പം. നമ്മൾ മുൻപോട്ട് സർപ്പം സഹായിക്കുന്നത് ഉറപ്പാണല്ലോ. അത് മനസ്സിലാവുക, പാമ്പ് സഹായിക്കുന്നില്ല. പക്ഷെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ചൈതന്യം ഏതാണോ അതിനെയാണ് ഇവിടെ സർപ്പം ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ഈ പ്രപഞ്ചത്തെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ചൈതന്യം ഈശ്വര ചൈതന്യം തന്നെയാണ്. അത് സർപ്പം എന്ന് പറയും. അപ്പോൾ സർപ്പക്കാവുകളോ? സർപ്പക്കാവുകൾ അങ്ങനെ മുൻപോട്ട് പോകാൻ ശ്രമിച്ചിരുന്ന ചൈതന്യം ഇത്ര കേന്ദ്രത്തിലുള്ള സർപ്പക്കാവുകളാവുന്നത്. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സർപ്പക്കാവ് ഉണ്ടാകുന്ന പറ്റിയ കഥയുണ്ട്. ആ കഥ എന്താ പറയുക? നമ്മളെല്ലാവരും കേട്ടാൽ മുത്തശ്ശി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിധി കിട്ടിയാൽ പാമ്പ് നിധി കേട്ടാൽ പണ്ടുകാലത്ത് സ്വർണ്ണം കുഴിച്ചിടും ആൾക്കാർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ നിധിക്ക് ചുറ്റും പാമ്പ് ഉണ്ടാവുന്ന കഥയുണ്ട്. പാമ്പ് ഈ സ്വർണ്ണം കണ്ടിട്ട് ഊതിയിട്ട് അത് മാണിക്യം കിട്ടിയ സന്തോഷത്തിന് ഈ പാമ്പ് വെച്ചാൽ വായിലെടുത്ത് ഉടനെ പറക്കും മുകളിലേക്ക്. സൂര്യമണ്ഡലത്തെ കേന്ദ്രമായിട്ട് പറക്കും. സൂര്യന്റെ ചൂട് കൊണ്ട് അതിന്റെ ശരീരം ഭസ്മമായിട്ട് ഭൂമിയിൽ പതിക്കും. മാണിക്യം സൂര്യനേക്ക് ലയിക്കും. ഈ കഥ എല്ലാവരും കേട്ടിട്ടുള്ളതേ. പരീക്ഷിത്ത് കൊച്ചിൻ രാജാവുണ്ട്, അവസാനത്തെ രാജാവ് പരീക്ഷിത് രാജാവ്, ഒരു വിഷചികിത്സാ വിദഗ്ധൻ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറയുന്നു, ഇങ്ങനെ ശരീരം ഭസ്മമായി, ഈ പാമ്പിന്റെ ശരീരം ഭസ്മമായി വീണാൽ അവിടെയാണ് സർപ്പക്കാവ് ഉണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായല്ലോ? ഒക്കെ കള്ളതാണ്. നിധി കിട്ടാനും പോകുന്നില്ല, അഥവാ സ്വർണം പാമ്പ് ഊതാനും പോകുന്നില്ല, ഊതിയാൽ സ്വർണം മാണിക്യമാകാൻ പോകുന്നില്ല, പാമ്പ് പറക്കാനും പോകുന്നില്ല. ഇതൊക്കെ കഥയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇതിനുള്ളിൽ സന്ദേശമുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മതി. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, കുണ്ടലിനി പാട്ട്. അതിൽ പറയുന്നു, ആടുപാമ്പ് പുനരാടുപാമ്പ് പുനം വീടുപാമ്പ് എന്ന് പറയും. കുണ്ടലിനി പാട്ട്. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിലെ യോഗശാസ്ത്രത്തിലെ മനുഷ്യ ശരീരത്തിലെ ഈശ്വരീയ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. അത് 3 ചുറ്റായിട്ടുള്ള സർപ്പരൂപേണയാണെന്ന് ഒരു സങ്കല്പമുണ്ട്. സങ്കല്പം മാത്രം. കാരണം മൂലാധാരത്തിലാണ് ആ കുണ്ടലിനി എന്നും ഊർധ മൂലാധാരത്തിലാണെന്നും ഊർധ കുണ്ടലിനി എന്ന് പറയുന്ന സിദ്ധാന്തപ്രകാർ അത് ഈ ഭാഗത്താണെന്നും സിദ്ധാന്ത സങ്കല്പം അങ്ങനെ പറയുന്നില്ല. രണ്ടും ശരിയാണ്, രണ്ടും ടെക്നിക്ക് രണ്ടും ശരിയാണ്, വ്യത്യാസമില്ല. പക്ഷെ അതിന് സങ്കല്പ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്തായാലും ഒരു മനുഷ്യന്റെ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയതയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. അത് പാമ്പിൻ രൂപത്തിലാണെന്ന് ഒരു സങ്കല്പമുണ്ട്. ഇവിടെ ഊതുക എന്ന് പറഞ്ഞാൽ പ്രാണായാമം ചെയ്യുന്നതാണ്. തപസ് ചെയ്യും. പ്രാണായാമം തപസ് ചെയ്യും. തപസ് ചെയ്താൽ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ മൂലാധാരത്തിൽ നിന്ന് ആ കുണ്ടലിനി വളർന്ന് സ്വാധിഷ്ഠാനം വഴി മണിപൂരക ചക്രത്തിലെത്തിയാൽ അവിടെ മണിപൂര ചക്രത്തിന് രത്നസമാനമായ പ്രഭ അനുഭവിക്കാൻ കഴിയുന്നു. അവിടെ ആ ഐശ്വര്യം ഉണർന്ന് മൂലാധാര സ്വാധിഷ്ഠാനം കഴിഞ്ഞ് മണിപൂരക ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ
രത്നസമാനമായിട്ടുള്ള പ്രഭ ആസ്വദിക്കാൻ അനുഭവിക്കാൻ കഴിയും. മാണിക്യം കിട്ടാനാണ് അവിടെയാണ്. ആ അവസ്ഥയിലെത്തിയ മാണിക്യം കിട്ടും. അത് കഴിഞ്ഞ് മണിപ്പൂര ചക്രം അനാഹതം വരെയുള്ള ഭാഗം അഗ്നിമണ്ഡലമാണ്. സൂര്യമണ്ഡലം എവിടെയാ? അനാഹതം മുകളിലേക്കാണ്. അപ്പൊ സൂര്യമണ്ഡലം ഉള്ളിലാണ്. അപ്പൊ തൻ്റെ ഉള്ളിൽ ഈശ്വരനെ ഉണർന്ന് സ്വാധിഷ്ഠാനവും മണിപൂരകവും അനാഹത മൂലാധാരവും സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം എത്തുന്നു. ആ സമയത്തുള്ള അവസ്ഥയാണ് യോഗി എന്ന് പറയുന്നത്. യോഗീശ്വരൻ എന്ന് പറയുന്നത് ഈ യാത്ര ആരംഭിച്ചു, അവിടെ എത്തിയിട്ടില്ല. പൂർണ്ണമായിട്ടും പടിയാറും കടന്ന് അവിടെ 7ാമത്തെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മഹർഷിയായി. കാരണം ആ മഹർഷി എന്ന് പറഞ്ഞ അവസ്ഥയിൽ അതും പ്രപഞ്ചം ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നിൽ അന്യമായി പ്രപഞ്ചത്തിൽ ഒരു കണിക പോലുമില്ല എന്ന അവസ്ഥയാണ് മഹർഷി. അതാണ് ശിവൻ എന്ന് പറയുന്ന അവസ്ഥ. പ്രപഞ്ചം നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇയാളെത്തും. ഞാൻ എന്നിൽ നിന്ന് അന്യമായി വേറെയായിട്ട് പ്രപഞ്ചം ഒന്നുമില്ല, ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയും. ആ അവസ്ഥയാണ് മഹർഷി എന്ന് പറയുന്ന അവസ്ഥ. ഭാരതം ഭാരതം എന്ന് പറയുന്ന അർത്ഥം ഒരു കാലഘട്ടത്തില് ഭാരതത്തിലെ മുഴുവൻ ആളുകളും ആ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. ലോകം മുഴുവൻ സുഖം ഉണ്ടാവട്ടെ. കാരണം ലോകത്തിന് ദുഃഖമുണ്ടായ ആർക്കാ ദുഃഖം ഉണ്ടാവുക? തനിക്കിഞ്ഞ അല്ലേ? ഒരു പ്രാവിന്റെ ദുഃഖത്തെ തൻ്റെ ദുഃഖമായിട്ട് അനുഭവിച്ച് ശിവചക്രവർത്തിയുടെ ഭാരതമാണ്. അടുത്ത കാലത്ത് ജീവിച്ചിട്ട് രാമകൃഷ്ണ മത്സരം അതിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാമകൃഷ്ണ മത്സരം ഒരിക്കൽ തന്റെ ആശ്രമത്തിന് മുറ്റത്തേക്ക് വരാന്തയിൽ ഇരിക്കുക. അപ്പൊ തൻ്റെ മുൻപിലുണ്ടായിരുന്ന പുൽമൈതാനത്ത് ഒരു പശു പുല്ലു തിന്നുകൊണ്ട് മേയുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് രാമകൃഷ്ണ മത്സരം കഠിനമായ നെഞ്ചുവേദനയുണ്ട്. നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയും. ശിഷ്യന്മാരെ പോയി നോക്കിയ സമയത്ത് നെഞ്ചില് പശുവിന്റെ കുളമ്പടികൾ പതിഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പശു പുല്ലുമെന്ന് നടക്കുന്ന സമയത്ത് ആ പശുവിന്റെ കുളമ്പടികൾക്ക് അടിയിൽ കിടന്ന് ഞെരിഞ്ഞ ചെറിയ ഇളം പുല്ലിന്റെ വേദനയില്ലേ, ഇത് തൻ്റെ വേദനയായിട്ട് പരമഹംസൻ അനുഭവിച്ചു. ഒരു പുല്ലിന്റെ വേദന. ഇതാണ് മഹർഷി. പ്രപഞ്ചത്തിലെ മുഴുവൻ സുഖവും ദുഃഖവും തൻ്റെ ദുഃഖവും, മുഴുവൻ സുഖവും തൻ്റെ സുഖവുമാണെന്ന് അനുഭവിക്കുന്ന ഒരവസ്ഥ. ഇതാണ് മഹർഷിയുടെ അവസ്ഥ. അത് പ്രപഞ്ചത്തിന് അന്യമല്ല. ഈ പ്രപഞ്ചത്തിൽ അപ്പൊ അങ്ങനെ അവസ്ഥയിൽ നിന്ന് എവിടെ നിയന്ത്രിക്കാൻ പറ്റും? പ്രപഞ്ചത്തിന്റെ സമയത്തിന്റെയും സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ലിമിറ്റേഷനെ നിയന്ത്രിക്കാൻ കഴിയുമവർക്ക് മഹർഷിയുടെ അവസ്ഥയിൽ. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ 100% ആളുകൾ അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അവിടെ എത്തിയിട്ടില്ല, അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടില്ല. അവസ്ഥയാണ് യോഗി എന്ന് പറയുന്നത്. അങ്ങനെ യോഗി സൂര്യമണ്ഡലത്തോടെ എത്തിക്കഴിഞ്ഞ് സമാധിയാകാൻ ആ സമാധി സ്ഥാനത്തെയാണ് അവർ സമാധി ഇരുത്തറിച്ച് ഒരിക്കലും ദഹിപ്പിക്കില്ല. ആ ചൈതന്യം നിലനിൽക്കുന്നുണ്ട്, അവരുടെ തപശക്തി നിലനിൽക്കുന്നു, ശരീരം പോയിണ്ടാവും. അങ്ങനെ തപശക്തിയുടെ കേന്ദ്രത്തെയാണ് പിന്നീട് സർപ്പക്കാവുമായിട്ട് ആരാധിക്കുന്നത്. ഇതെനിക്ക് അതിൻ്റെ അർത്ഥം. സൂര്യമണ്ഡലത്തോടെ എത്തിക്കഴിഞ്ഞാൽ ശരീരം ഭസ്മമായി ഭൂമിയിൽ പതിച്ചു എന്ന് പറഞ്ഞാൽ ആ ശരീരം അവിടെ ഉണ്ട്. ആ തപശക്തി സമൂഹത്തിനും കുടുംബത്തിനും ലഭിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ആരാധിക്കും. മഹാക്ഷേത്രം എന്ന് പറഞ്ഞാലോ, എല്ലാ മഹാക്ഷേത്രങ്ങളും മഹർഷിമാരുടെ സമാധിസ്ഥാനമാണ്. കാശി എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയുടെ സമാധിസ്ഥാനമാണ്. ചോറ്റാനിക്കര ആരെയാണല്ലോ, ചോറ്റാനിക്ക സമാധി. ചോറ്റാനിക്കര ഓഫീസിൽ ഇപ്പുറത്ത് പോയാൽ സമാധിയാണ്. കാക്കശ്ശേരി ഭട്ടതിരിയാണ് അവിടെ എഴുതി വെച്ചിട്ട് ഇല്ലേ. കാക്കശ്ശേരി സമാധിയാണ്. അവിടെ ചൈതന്യത്തിന്റെ പ്രധാന കാരണം പറ്റുപലകാരുണ്ടാവാം. അടുത്ത കാലത്ത് സമാധി ഉണ്ടായി അവിടെ. ചരിത്രകാലത്തിനായ കാക്കശ്ശേരി ഭട്ടതിരി അതേ സമാധിയുടെ ചൈതന്യം കൊണ്ടാണ് ചോറ്റാനിക്കര. അതിന് ചോറ്റാനിക്കര പ്രസിദ്ധി വന്നിച്ചു. ഓരോ മഹാക്ഷേത്രങ്ങളും ഓരോരുത്തരുടെ സമാധി. ഗുരുവായൂര് ഒരു വലിയ ഒരു ആൾവാരുടെ സമാധി സ്ഥാനമാണ് ഗുരുവായൂര്. പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്